ഒന്ന് രാജാക്കന്മാർ 17 തുടങ്ങി. ഇസ്രായേലിലെ ആഹാബ് രാജാവ് അനേകം പ്രവാചകന്മാരെ വധിച്ച ജസബൽ എന്ന സ്ത്രീയെ വിവാഹം ചെയ്യുകയും മുൻഗാമികളെക്കാളധികം ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞാലല്ലാതെ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. കർത്താവ് ഏലിയായോട് അരുളിച്ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറിത്ത് അരുവിക്ക് സമീപത്ത് ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോടെ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കെറിത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. മഴ പെയ്യായികയാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അരുവിയിലെ വെള്ളം വറ്റി. കർത്താവ് ഏലിയായോട് അരുളിച്ചെയ്തു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ സറേഫാത്തിലേക്ക് പോയി പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്ത് ചെന്ന് കുടിക്കാനായി ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ ഒരു ചുള്ളി വിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടുവന്ന് അപ്പം ഉണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം. പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയൊരപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരണം. പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിൻ്റെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളിച്ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല.